ഹലോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നമ്മുടെ ചാനൽ 1K അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 1K അടിച്ചതിൻ്റെ സെലിബ്രേഷനാണ് ഇന്ന്. അപ്പോൾ നമുക്ക് കേക്കൊക്കെ മുറിച്ച് സെലിബ്രേഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞങ്ങൾ തന്നെയാണ് വീട്ടിലുണ്ടാക്കുന്നത്. ഞങ്ങൾ സ്വന്തമായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഓർഡേഴ്സൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി വിൽക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പാൽ മിക്സ് ഉണ്ടാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊട്ടിച്ച് ഇടാം കേട്ടോ. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. ഇതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായിട്ട് അരിപ്പയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഒരു 3-4 തവണയെങ്കിലും അരിച്ചെടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട 3 എണ്ണം വേണം. അതിൻ്റെ വൈറ്റ് മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. യെല്ലോ വരാത്ത രീതിയിൽ വൈറ്റ് മാത്രം എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഞങ്ങളുടെ ബീറ്ററിന് ചെറുതായിട്ടൊരു പണി കിട്ടിയായിരുന്നേ. അപ്പോൾ ഞങ്ങൾക്ക് ബീറ്റർ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിസ്ക് വെച്ചാട്ടോ ഞങ്ങൾ കേക്ക് ഉണ്ടാക്കണത്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് ഒരു ഫ്ലഫി പോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഒരു വൈറ്റ് കളറൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ടൊരു വൈറ്റ് കളർ ആവുന്നവരെയും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒരു വൈറ്റ് കളറൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് പഞ്ചസാര പൊടിച്ച് വെച്ചേക്കണത് കുറച്ചേച്ച് ഇട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പഞ്ചസാര ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളത് വരാൻ ചാൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചേച്ച് ഇട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ബീറ്റർ ഉള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വിസ്ക് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചേച്ച് ഇട്ടാലാണ് അത് കറക്റ്റായിട്ടുള്ളൊരു ഇതിൽ വരുള്ളൂ. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മൊത്തം പഞ്ചസാര ഇട്ട് ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചറായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പറയുന്ന മെഷർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ പറയണ പോലെ തന്നെ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. 3 മുട്ടയുടെയും മഞ്ഞ ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു യെല്ലോയിഷ് കളർ പോലെ വരും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ അരിച്ച് വെച്ച നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചേച്ച് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അല്പമായിട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച നമ്മുടെ പാലിൻ്റെ മിക്സ് അല്പമായിട്ട് ചേർത്ത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുക, അത് മിക്സ് ചെയ്തതിന് ശേഷം പാലിൻ്റെ മിക്സും കൂടി ഒഴിച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം കേട്ടോ ഈ മിക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഓയിലൊക്കെ തേച്ച് വെച്ചേക്കുന്ന ടിന്നാണ്. ഈ ടിന്നിലേക്ക് നമുക്ക് മൊത്തം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഒഴിച്ചിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്കോ ഉപയോഗിച്ച് ഇതിനകത്തത്തെ എയർ ബബിൾസ് കളയാം കേട്ടോ. നന്നായിട്ട് ടാപ്പ് ചെയ്തും കൊടുക്കാം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് ഈ സംഭവം ഇറക്കി വയ്ക്കാം കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഞാൻ ഉപ്പോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടുന്നില്ല. അടിയിലൊരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ കേക്ക് ടിന്ന് ഇറക്കി വെക്കാം കേട്ടോ. ഇനി ഇതൊരു 30 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് തുറക്കാം കേട്ടോ. അതിന് മുമ്പ് തുറന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കേക്ക് പൊങ്ങി വരാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഫോണിലൊരു അലാറം പോലെ സെറ്റ് ചെയ്യുക കേട്ടോ. അതിന് ഇത് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാംബൂ സ്റ്റിക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ച് ഇതൊന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒന്നും പറ്റി പിടിച്ചിരിക്കില്ലെങ്കിൽ അത് കറക്റ്റ് വേവായി. എന്നിട്ടത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം അത് നമുക്ക് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്യാം. കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫിയോണയുടെ ക്രീമാണ് എടുത്തേക്കണത്. അത് 1 കപ്പോളം എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വിസ്ക് വെച്ച് നന്നായിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തില്ലേ അതുപോലെ തന്നെ നമുക്ക് ക്രീമും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം.
ആദ്യം നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതുപോലെ നല്ല ബബിൾസ് വന്ന രീതിയിൽ ആക്കിയെടുക്കുക. അതിന് ശേഷം ഈ വീഡിയോയിൽ കാണല്ലേ, ഇതുപോലെ തന്നെ 2 കൈയിലും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ തൈരൊക്കെ കടയൂലേ അതുപോലെ തന്നെ ഇത് കടഞ്ഞെടുക്കുക കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് ആ ഒരു ക്രീമിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് വരുള്ളൂ. കയ്യിലിപ്പോൾ ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ വെച്ച് തന്നെ നമുക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് കേക്കിൻ്റെ ബേസ് എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് ആദ്യം. അതിന് ശേഷം നമുക്ക് ഒരു നൈലോൺ ത്രെഡ് വെച്ച് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഒന്ന് വലിച്ചിങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ ആ ഒരു നല്ല ഷേപ്പിൽ നമുക്ക് മുറിഞ്ഞ് കിട്ടും. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വീട്ടിൽ ചെയ്യാറ്. വലിയ കത്തി ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് ചെയ്യാം. പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയേക്കണത്. ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ നമുക്കിതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത്. കത്തി വെച്ച് ആദ്യം ഒന്ന് വരഞ്ഞതിന് ശേഷം ഈ ത്രെഡ് വെച്ച് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിപ്പോൾ 3 ലെയറായിട്ട് നമ്മൾ ഇപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നെട്ടി ബബിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും പിന്നെ ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ കേക്ക് ബോർഡ് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഈ കേക്കിൻ്റെ ഫസ്റ്റത്തെ ലെയർ, അതായത് കേക്ക് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഫസ്റ്റത്തെ ലെയർ ഉണ്ടല്ലോ, ആ ലെയറാണ് നമ്മൾ താഴെയായിട്ട് വെക്കുന്നത്. ആ ലെയർ വെച്ചിട്ട് പാലിൻ്റെ മിക്സ് ഇതിനകത്ത് ഒഴിക്കുക കേട്ടോ. അതായത് ബൂസ്റ്റ് പൊടിയും പഞ്ചസാരയും പാലും കൂടി വെച്ചുണ്ടാക്കിയ മിക്സാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് ക്രീം വെച്ച് നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ സ്പാച്ചില വെച്ച് നമുക്ക് നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ആ നട്ട്സും ചോക്ലേറ്റും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇടാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പാലിൻ്റെ മിക്സ് ഇതിനകത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് ക്രീം വെച്ച് കവർ ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സും നട്ട്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ വെക്കാം, അതായത് ഏറ്റവും മുകളിലത്തെ ലെയർ വെക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ആ പാലിൻ്റെ മിക്സ് ഒഴിച്ച് നന്നായിട്ട് ക്രീമൊക്കെ വെച്ച് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് ക്രീം നന്നായിട്ട് കവർ ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനും ഓഫ്ലൈൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ക്രീം നന്നായിട്ട് എല്ലാ സൈഡിലേക്കും ആക്കി മൊത്തത്തിൽ കേക്ക് കവർ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ബദാമാണ്. ബദാം ഇതുപോലെ നീളത്തിൽ എരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേക്ക് ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്ത് ഇനി ചോക്ലേറ്റും ബദാമും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഈ കേക്കിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഇതാക്കി കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ ഇതുപോലെ ആ ബദാമും ചോക്ലേറ്റും കൂടി ഇങ്ങനെ കവർ ചെയ്ത് ഇതുപോലെ എടുക്കാം കേട്ടോ. ഇനി കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ആ ക്രീം വെച്ച് നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് ഈ ഒരു ഡിസൈൻ പോലെ കൊടുക്കാം കേട്ടോ. ഈ ഒരു ബബ്ലി പോലത്തുള്ളൊരു ഡിസൈൻ ഉണ്ടല്ലോ അത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബൂസ്റ്റ് പൊടി ഒരു അരിപ്പയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്കൂടെ ഇങ്ങനെ വിതറാം കേട്ടോ. അപ്പം ഞാൻ എല്ലാ സൈഡിലേക്കും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ബൂസ്റ്റ് പൊടി. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ 1K എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അത് സ്വന്തമായി ഉണ്ടാക്കിയ കേക്കിൽ. അപ്പോൾ ഇതാ നമ്മുടെ 1Kയുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1000 സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കേക്ക് മുറിക്കാം. അപ്പോൾ 1K സബ്സ്ക്രൈബർ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മുറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, സപ്പോർട്ട് ചെയ്തതിന് ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ നമ്മൾ 1Kയുടെ കേക്ക് മുറിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ 1Kയുടെ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ പിള്ളേരെല്ലാവരും ഉണ്ടായി, എല്ലാവരും ഉണ്ടായിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യുക, നമുക്ക് ഇനിയും നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇതാ ഞങ്ങൾ കേക്ക് മുറിയെല്ലാം കഴിഞ്ഞു. കേക്ക് തീർന്ന വഴി കണ്ടില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.